അവനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവിൽ പ്രിയരെ, മനോഹരമായ ഒരു ദിവസം കൂടി ദൈവം ദാനമായിട്ട് തരുന്നു. ഈ ദിവസത്തിൽ നമുക്ക് ഒരു പുതിയ തീരുമാനമെടുക്കാം. നമ്മൾ ഒരു മനുഷ്യനോടും ആവശ്യമില്ലാതെ യാതൊരു വിധമായ നീരസം വെച്ച് പുലർത്തുകയോ അവരോട് വഴക്കിന് പോവുകയോ ചെയ്യുകയില്ല. കാരണം എഫെസർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വചനഭാഗത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ യഥാർത്ഥ ശത്രു മനുഷ്യനല്ല, പിശാചാണ്. അപ്പോൾ 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മളെ സമർപ്പിച്ച് ദുഷ്ടനെതിരെ പോരാടുക മാത്രമേ വഴിയുള്ളൂ. അല്ലാതെ നമ്മൾ ഈ മനുഷ്യരോട് മല്ലുപിടിച്ചിട്ട് കാര്യമില്ല. കർത്താവിൽ പ്രിയരെ, അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൽ പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യഥാർത്ഥ ശത്രുവായ പിശാചിനോട് പോരാടുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കാം. ഈ സർവായുധവർഗം ഓരോന്നിനെ പറ്റിയും നമുക്ക് തുടർന്ന് കേൾക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.